കൊരിന്ത്യർ ചെന്നപ്പോൾ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ടവരായിരിക്കുന്ന ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നുമേ അറിയാൻ വയ്യാത്ത വേണ്ടി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എവിടെ ചെന്നാലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. കാരണം ഏതൊരു മനുഷ്യന് രക്ഷ ഈ ക്രൂശിൽ കൂടെ മാത്രമേ ഉള്ളൂ. എന്നാൽ അഥേനെ ചെല്ലുമ്പോൾ അവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല പറയുന്നത്. ആദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ചെന്ന് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ലുണ്ട്. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പം ഈ അഥേന ചെന്നപ്പോൾ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുക, അവരുടെ ഈ ആരാധനാലയങ്ങൾ വിഗ്രഹങ്ങൾ. അപ്പോൾ പക്ഷെ അനേക വിഗ്രഹങ്ങൾ വെച്ചിട്ട് അതിനപ്പുറത്ത് അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞ് വേറൊരു വേദിക്കല്ല്, ഒരു കല്ലിട്ടിരിക്കുക. അപ്പം നോക്കിയേ, 100 വിഗ്രഹങ്ങളെ അവർ ഓരോ പേരിട്ട് സേവിച്ചെങ്കിലും അവർക്കൊരു തൃപ്തി വരത്തില്ല. ഇതിനപ്പുറം മറ്റെന്തോ ഉണ്ടെന്നൊരു ബോധം അവർക്കുണ്ട്. ഇപ്പം ഞാൻ ഹിന്ദു ആയിരുന്നപ്പോഴ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു സംരക്ഷിക്കുന്നു, ശിവൻ സംഹരിക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് ഈ പലർക്കും ഇത് അറിയത്തില്ല. ഇവിടെ എന്നിട്ട് ഇവർ പറയുന്നു, ഇതിന് മേലൊരു മായയുണ്ട്. ഹിന്ദു കൺസെപ്റ്റ്, ഇതിന് മേലൊരു മായ വെച്ചാൽ ബ്രഹ്മാവിലോ വിഷ്ണുവിലോ ശിവനിലോ ഞങ്ങൾ പൂർത്തീകരണം കാണുന്നില്ല, ഇവരിൽ ഞങ്ങൾ എന്താണ് സമ്പൂർണ്ണത കാണുന്നില്ല, ഇതിനപ്പുറത്ത് ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു മായ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഇവരെ നിയന്ത്രിക്കുന്നത് എന്ന് ഇവർ പറയുന്നു. അപ്പോൾ നോക്ക്, പിന്നെ സത്യദൈവത്തെ പറ്റിയുള്ള മനുഷ്യന്റെ ദാഹമാണ് ഈ മായ എന്ന അനുഭവത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതിനപ്പുറത്ത് മറ്റെന്തോ ഉണ്ട് എന്നവണ്ണം ഈ അഥേനയിലുള്ള ഈ ഗ്രീസിലുള്ള ഈ അഥേന പുരുഷന്മാർ അനേക വ്യക്തിത്വങ്ങളുടെ രൂപങ്ങളെ, വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കുകയാണ്. ഇവൻ ഇന്നാര്, ഇവൻ ഇന്നാര്, ഇവൻ ഇന്നാര്, ഇങ്ങനെ. പക്ഷെ അവർക്ക് ഇതിനെല്ലാം നമ്മൾ എത്ര വർഷം സേവിച്ചിട്ടും ഹൃദയത്തിനൊരു തൃപ്തി വരുന്നില്ല. അപ്പോഴവരെന്താണ്, ഇതിനകത്തൊന്നുമല്ല ദൈവം, ഇതല്ല ദൈവം. ദൈവം എന്ന് പറഞ്ഞ സാധനം വേറെ എന്തോ ഒന്നോ, നമുക്കത് വെളിപ്പെട്ട് വന്നാലും നമുക്കറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, വേറൊരു കല്ല് ഇപ്പുറത്തോട്ട് കുഴിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അറിയാത്തതും ഞങ്ങളെ അറിയുന്നവനുമായിരിക്കുന്ന ഒരു ദൈവമുണ്ട്, അതൊരു പക്ഷേ ഈ കല്ലാണ് ഞങ്ങളെ കരുതുക. ആ കല്ല് ദൈവമാണെന്നല്ല, ഈ വേദിക്കല്ലിൽ കൂടെ ഞങ്ങൾ ആ ദൈവത്തെ കാണുവാൻ ആശിക്കുകയാണ്. ഇവനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ പൗലോസിന് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയുന്നത്. അപ്പോൾ പൗലോസ് അവിടെ സുവിശേഷത്തിന്റെ വാതിൽ തുറന്ന്, നിങ്ങൾ എന്താണെന്ന് അറിയാതെ പൂജിക്കുന്ന ഈ അജ്ഞാത ദേവനുണ്ടല്ലോ, അജ്ഞാത ദേവനെ പറ്റി ഞാൻ പറയുന്നു. എന്നുവെച്ചാൽ സത്യദൈവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതിനെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എന്നിട്ട് പറഞ്ഞാൽ ആ സത്യദൈവം ആരാണ്? നിങ്ങൾ അറിവില്ലായ്മയിൽ ഇവനായിരിക്കാം ദൈവമെന്ന് പറയുന്ന ആ പൂർണ്ണത നമുക്ക് വരുത്തുവാൻ കഴിയാവുന്ന, നിങ്ങൾക്കറിയാൻ വയ്യാത്ത ദൈവം ആരാണെന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി പറയുകയാണ്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. അപ്പൊ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനാണ്. അതിനർത്ഥം സംശയമില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയത് ദൈവമല്ല, നമ്മളെ മെനഞ്ഞവൻ, ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ. ഇതിലുള്ള എന്നിട്ട് താഴെ പറയാണ്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് അവൻ സ്വർഗത്തിനും, ദൈവം ഇരിക്കുന്ന സ്ഥലമാണ്, സ്വർഗത്തിനും ഭൂമിക്കും അവനാണ് നാഥൻ, ഉടയവൻ. കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവം സകലത്തിന്റെ നാഥൻ ആയതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ദൈവത്തെ പറ്റിയുള്ള ഒരു ഒന്നാമത്തെ അറിവാണ്. ഒന്ന്, അവൻ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായിരിക്കണം എന്ന് മാത്രമാണ്, സ്വർഗത്തിനും ഭൂമിയുടെയും ഉടയവനായിരിക്കണം. പിന്നെയോ അവൻ എന്താണ്, നമ്മൾ സൃഷ്ടിക്കുന്ന ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ക്ഷേത്രമല്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കെട്ടിടം, ഒരു ബിൽഡിങ്ങിനകത്ത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനും അതിൻ്റെ നാഥനുമായിരിക്കുന്നതിനെ ഒതുക്കാൻ പറ്റുമോ? ഇപ്പോൾ സാറിൻ്റെ മോന് സാറിന് ഒരു തീപ്പെട്ടിക്കകത്ത് കയറ്റിയിരുത്താൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അത് കണക്ക് എത്രയോ ഉന്നതനാണ് നമ്മൾ. അപ്പം മനുഷ്യൻ ഒരു കൂടാരം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ദൈവത്തെ വെക്കാനും അതിന് കൃത്യസമയത്ത് ഉണർത്താനും കൃത്യസമയത്ത് ഉറക്കാനും അതിന് പാല് കൊടുക്കാനും അവനാണെങ്കിൽ അത് ദൈവമല്ലല്ലോ. ദൈവം നമുക്ക് തരുന്നവനല്ലേ, നമ്മളെ സൃഷ്ടിച്ചവനല്ലേ, നമുക്ക് ഭക്ഷണവും വായുവും വെള്ളവും എല്ലാം തരുന്നവനല്ലേ, നമുക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം നിശ്ചയിച്ചാക്കിയിരിക്കുന്നവനല്ലേ. എന്ന് മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന സൂര്യൻ, ഞാൻ പലയിടത്തും പരസ്യം ചെയ്യുമ്പോൾ പറയും, ഈ മനുഷ്യരെല്ലാം ബുദ്ധിമാനാണല്ലോ.
എന്തൊരു ബുദ്ധിയാണ് മനുഷ്യന്. ദൈവം ഉണ്ടാക്കിയതിനെ ചകഞ്ഞ് കണ്ടെത്തിയാൽ അതിവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മനുഷ്യന്റെ ബുദ്ധിമാൻ ഇത്ര ബുദ്ധിമാനായിട്ടാണ് അവൻ എക്സ് സ്ക്വയർഡ് പഠിക്കുന്നു, സൈൻ തീറ്റ കോസ് തീറ്റ പഠിക്കുന്നു, പിന്നെ എന്താണ് അനേക പിന്നെ എന്തുമാത്രം കാര്യമാണ് ചരിത്രം, ഹിസ്റ്ററി, ഭൂമി തുറന്ന് പഠിക്കുന്നു. അപ്പം നോക്കിയാൽ ഞാൻ ശാസ്ത്രത്തിന്റെ മനുഷ്യന്റെ ഒരു മണ്ടത്തരം ഞാനൊരു കാര്യം പറയാം. ഭൂമി കിഴിച്ചിട്ട് അതിനകത്ത് എന്ത് വന്ന് നോക്കുന്നു. ഞാൻ ഇത്രയും വലിയൊരു മണ്ടൻ ലോകത്തിലുണ്ടോ? ഇവൻ ബുദ്ധിമാനാണെന്നല്ലേ പറയുന്നത്. ഭൂമി കിഴിച്ചിട്ട് അതിനകത്തെ എന്താണ് ചിന്തിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയെ നശിപ്പിക്കല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയെ നശിപ്പിക്കുന്നതിനും ശിക്ഷയുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയാമോ? ഈ വീട് സാറ് ഉണ്ടാക്കിയത്. മോനിനകത്ത് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതുണ്ടാക്കുമ്പോൾ അവന് അങ്ങനെയായിട്ട്. അപ്പം സാർ ഒരു മോന് കൊടുക്കുക ഈ വീട്. എടാ ഇതെല്ലാം ഞാൻ നിൻ്റെ പേര് എഴുതിത്തരികയാണ്. അപ്പം സാർ പിന്നെ അങ്ങ് മരിച്ചു പോകും. എന്തൊരു ചെയ്തില്ല. ഇവനൊരു ഡ്രില്ലിംഗ് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് ഭിത്തി കഴിക്കുന്നു, തറ കഴിക്കുന്നു. എന്തിനാണ് ഇത്? എന്തുകൊണ്ടാണ് പണിയെ നമുക്ക് കണ്ടുപിടിക്കുക. അതിൻ്റെ തറ മാന്തിയിട്ട് ഇത് എന്തുകൊണ്ടാണ് പണിഞ്ഞിരിക്കുന്നത്, ഭിത്തിക്കകത്ത് എന്തൊക്കെയുണ്ട്, ഇതിൻ്റെ മച്ചിനകത്ത് ഇതിൻ്റെ തട്ടിനകത്ത് എന്തൊക്കെയുണ്ട്, ഇത് ഇവൻ കിഴിച്ചു നോക്കുന്നത്. മറ്റൊരുത്തൻ കണ്ടാൽ ഇവനെ പറ്റി നമ്മൾ എന്ത് പറയും? ഇവൻ മട്ടനാണെന്നല്ല പറയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സാറേ ഈ ഭൂമി തുറന്ന് അതിനകത്ത് എന്തോ നോക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധിഭ്രമം ഓർത്ത് നോക്കി. ഇത് മനുഷ്യൻ ചിന്തിക്കും. ഇവൻ വിചാരിക്കും ഭൂമിക്കകത്ത് എന്തോ കണ്ടുപിടിച്ചവൻ എൻ്റെ ബുദ്ധിമാനാണ്. ദൈവം നമുക്ക് യശയപ്രവനും വെറുതെയല്ല, മനുഷ്യന് പാർക്കുവാനായിട്ട് അത്ര ദൈവം ഭൂമിയെ. അപ്പം നമുക്ക് പാർക്കുവാൻ, ഈ മകന് പാർക്കുവാനായിട്ട് സാറ് കൊടുത്ത ഈ വീട് മോൻ കിഴിച്ചും തുറന്ന് നോക്കുന്ന പോലെ ദൈവം നമുക്കെന്ന ഭൂമിയെ തുറന്ന് നോക്കി മനുഷ്യൻ തൻ്റെ നാശത്തിന് തന്നെ ആണിയടിക്കുകയാണ്. ഇവിടെ പറയുന്നു ഈ ദൈവം ഭൂമിക്കും സ്വർഗത്തിനും നാഥനാക്കൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ഒരു കൂടാരങ്ങൾ വാസം ചെയ്യുന്നവനല്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലതും കൊടുക്കുന്നവനാകയാൽ. അപ്പൊ ഈ ദൈവം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മാത്രമാണോ? എടാ, ക്രിസ്ത്യാനിയെ കൊല്ലുന്നവന് ശ്വാസം കൊടുക്കുന്നവരും കർത്താവല്ലേ? യേശുക്രിസ്തു ദൈവമേ അല്ല. യേശുക്രിസ്തുവിനെ പിന്നെ പരസ്യമായിട്ട് ചീത്ത വിളിക്കുന്ന വിദ്വാന്മാരുണ്ട്. അവർക്കും ശ്വാസം കൊടുക്കുന്നത് കർത്താവല്ലേ? യേശുക്രിസ്തുവിനെ ദുഷിക്കുന്നവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വരുന്നവരെ തല്ലുന്നവരെയും തുപ്പുന്നവർക്കും എല്ലാം, അല്ലെങ്കിൽ പീലാത്തോസിന് ശ്വാസം കൊടുത്തതാരാ? കർത്താവല്ലേ? അവൻ കുടിക്കുന്ന വെള്ളം കൊടുത്തത് കർത്താവല്ലേ? അപ്പൊ സകല മനുഷ്യർക്കും ഭക്ഷണവും ഇവിടെ എന്താണ്, ജീവനും ശ്വാസവും സകലതും കൊടുക്കുക. അപ്പൊ ജീവൻ കൊടുത്തതും ശ്വാസം കൊടുത്തതും ഈ കർത്താവാണ്. അങ്ങനെയുള്ളവനാ ദൈവം. പിന്നെയോ ആകയാൽ അതുകൊണ്ട് എല്ലാവർക്കും സകലതും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ സകലർക്കും സകലതും കൊടുക്കുന്ന ദൈവത്തിന് മനുഷ്യൻ എന്തെങ്കിലും കൊടുത്തിട്ട് ഉപജീവനം കഴിക്കുന്നവൻ ദൈവമല്ല. അത് നമ്മൾ സൃഷ്ടിച്ചതല്ലേ. എൻ്റെ കുഞ്ഞിന് ഞാൻ ഭക്ഷണം കൊടുക്കും, എൻ്റെ കുഞ്ഞ് എനിക്കാണ് ഭക്ഷണം തരുന്നത്. മുതിർന്നതിന് ശേഷമുള്ള കാര്യമല്ല, ഒരു കൺസെപ്റ്റ് പറയണം. എൻ്റെ കുഞ്ഞ് ഓരോ ദിവസം ജനിച്ച നാൾ തൊട്ട് അപ്പൻ്റെ വായിലേക്കാണ് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്, അപ്പൻ മകൻ്റെ വായിലേക്കാണ് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ദൈവത്തിനെ ഊട്ടുന്ന പോഷന്മാരാണ് നമ്മൾ. ഞാൻ ആ പോഷത്തിൽ ജീവിച്ച അറിവില്ലായ്മയില്ല. അപ്പൊ സുവിശേഷം ഒരു മനുഷ്യന്റെ കണ്ണ് തുറക്കട്ടെ, അത് ദൈവമല്ല. ദൈവം കണ്ടോ ഈ ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും. അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കും, നമ്മളെല്ലാം ബുദ്ധിമാന്മാരാണ്. പക്ഷെ നമ്മൾ ജനിച്ച നാൾ മുതൽ ഈ സൂര്യന്റെ ചൂട്, ഇതിന്റെ വെളിച്ചം, ഈ സൂര്യൻ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകുമോ? പക്ഷെ ഈ സൂര്യനെ സൃഷ്ടിച്ചത് ആരാണ് എന്നൊന്ന് ചോദിക്കുവാനോ അന്വേഷിക്കാനോ മനുഷ്യന് ബുദ്ധിയില്ല. ഈ ശരീരം മുഴുവനും കീറി മുറിച്ച് ഇതിനകത്തെ ഓരോ കാര്യങ്ങളും പഠിച്ച് ഡോക്ടറാകുന്നമാര് ഇതെല്ലാം കണ്ടിട്ട് അത്ഭുതം കൂടിയിട്ട് ഇത്ര അത്ഭുതകരമായിരിക്കുന്ന ഈ ശരീരം സൃഷ്ടിച്ചത് ആരെന്ന് ചിന്തിക്കാതെ ഞാനൊരു MD ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഇല്ല. അപ്പൊ ഇതെല്ലാം കീറി മുറിച്ച് ഇതെല്ലാം പഠിച്ചിട്ടും ഇത്ര മനോഹരമായിരിക്കുന്ന ഈ ശരീരം സൃഷ്ടിച്ചവൻ ആരെന്ന് അന്വേഷിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. ഈ വീട് മുഴുവനും പിന്നെ മോൻ പറഞ്ഞല്ലോ തുറന്ന് ഇതിന്റെ അകവും പുറവും എല്ലാം കണ്ടുപിടിച്ചിട്ടും ഇതിനെ ഉണ്ടാക്കിയവൻ ആരാണെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഇത്രയും പോഷന്മാരാണ് മനുഷ്യൻ, ബുദ്ധികെട്ടന്മാരാണ് മനുഷ്യൻ. അവൻ എന്തൊക്കെ നേടിയാലും അവനെ പോലെ ബുദ്ധികെട്ട ഒരു വർഗം വേറെ. അവൻ പോഷനാണ് മനുഷ്യൻ. എന്നിട്ട് പറഞ്ഞാൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയുള്ളൂ. എന്നിട്ട് പറയാണ് ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ ഉളവാക്കി. അപ്പൊ എന്താണ് സർവ്വഭൂമിയിൽ ഇപ്പം മനുഷ്യൻ പിറന്നു കിടക്കല്ലേ. ഇന്ത്യയിലെ ലോകത്തിലുള്ള സകല ദ്വീപുകളിലും രാജ്യങ്ങളിലും മനുഷ്യൻ വെട്ടുകിളികളെ പോലെ പരന്നു കിടക്കാനാണ്. ഈ സകല മനുഷ്യരെയും ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്താണ് ഒരുത്തനിൽ നിന്നത്ര ഈ സകല ജാതികളെയും ദൈവം സൃഷ്ടിച്ചത്. അതാരാ ഒരുത്തൻ? ആദം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും പരന്നു കിടക്കുന്നത്. അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരും ആയിക്കോട്ടെ, ജീവനുള്ള സകലത്തിന്റെ മനുഷ്യരുടെയും സൃഷ്ടി ആദമിൽ നിന്നാണ്. അപ്പോൾ എന്താണ്, അവൻ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനാണ്. നമുക്ക് ഭക്ഷണവും വായുവും വെള്ളവും തരുന്നവനാണ്. ഈ ഭൂമിയിലുള്ള സകല ജാതികളെയും ഒരുത്തനിൽ നിന്ന്
സൃഷ്ടിച്ചവനാണ്. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. എന്നിട്ട് ഓരോരുത്തർക്കും അതിരുകളെ നിശ്ചയിച്ചു, കാലം നിശ്ചയിച്ചു, ആയുസ് നിശ്ചയിച്ചു. എന്ന് വെച്ചാൽ അവനെ കൂടാതെ ഒന്നുമില്ല കാലത്ത്. എന്നിട്ടോ ഈ അതിരുകളും കാലങ്ങളും പറഞ്ഞാൽ മറ്റൊരു വിഷയം, അത് പിന്നെ നമുക്ക് പറയാം. ഇപ്പം നമുക്ക് അയിരൂർ പഞ്ചായത്ത് അല്ലെങ്കിൽ ഞൂഴൂർ വാർഡ്, അല്ല, ഓരോ വാർഡിനും ഓരോ പഞ്ചായത്തിനും ഓരോ താലൂക്കിനും ഓരോ ജില്ലയ്ക്കും ഓരോ സംസ്ഥാനത്തിനും എല്ലാം അതിര് നിശ്ചയിച്ചിട്ടില്ലേ? ഇതെല്ലാം ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണ്. ഞാൻ പറഞ്ഞ ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്നത്. ഞാൻ അതിന് തിരിച്ചത് മനുഷ്യനല്ല, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഇവൻ ചെയ്യുന്ന. കേരളത്തിൽ അതിരുണ്ട്, പർവ്വതമുണ്ട്. അല്ലാതെ അതിരുണ്ടല്ലോ. തമിഴ്നാടിന്റെ കേരളത്തിന്റെ ബോർഡർ, ഈ ഓരോ ബോർഡറും നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണ്. എന്നിട്ട് പറയാണ്, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ചാൽ അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. എന്തിനാണെന്നറിയാം ഇതൊക്കെ ചെയ്തെല്ലാം ദൈവത്തിന്റെ ഈ സകല സൃഷ്ടികളെയും കാണുമ്പോൾ മനുഷ്യൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും അവൻ ആരെന്ന് അന്വേഷിക്കുകയും ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പം ഞാൻ വിശന്ന് ഒരു സ്ഥലത്തൂടെ പോവുകയാണ്. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ആ വഴിയാറുമ്പയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നല്ലതുമായിരിക്കുന്ന ഒരു ഭക്ഷണം കൊണ്ട് ആരുണ്ട് വെച്ചിരിക്കുന്നത്. അതൊരു മരത്തിൽ നിന്ന് പൊട്ടി വന്നില്ല. തീർച്ചയായിട്ടും ഞാനെടുത്ത് വിശന്നിട്ടൊക്കെ തിന്നു കഴിഞ്ഞിട്ടെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് ഇത് ആരായിരിക്കും ഇതിവിടെ കൊണ്ടുവച്ചത്. നമ്മൾ അന്വേഷിക്കത്തില്ല. നമുക്ക് സമയമുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടത് ആരായിരിക്കാം ഈ ഭക്ഷണമാണ് എന്നെ രക്ഷിച്ചത്. അപ്പം അത് ചിന്തിക്കാതെ ഭക്ഷണം കിട്ടിയല്ലോ സ്തോത്രം എന്ന് പറഞ്ഞ് പോകുന്നവനാണ് പോഷൻ. സ്തോത്രം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ദൈവത്തിന് പറയാം, പക്ഷേ എങ്കിലും അവൻ ചിന്തിക്കും ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്. അപ്പം അവനെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണ്ടേ. അപ്പം ഇതെല്ലാം നമുക്ക് തന്ന ആരാണ്? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ചങ്ങളെയും നമുക്ക് ഭക്ഷണവും വായുവും വെള്ളവും പിന്നെ രാജ്യങ്ങൾക്ക് അതിര് ഈ സകല ജനങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണ്? ഇത് അന്വേഷിക്കുന്നവനാ ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ ആരായും. അപ്പൊ ഏതെങ്കിലും ഒരു ഹൃദയം ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ ദൈവത്തിന് അവനോട് പ്രസാദമുണ്ട്, അവനെ വെളിപ്പെടുത്തി കൊടുക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അതിനാണ് ഒരു സുവിശേഷം ഞങ്ങളുള്ളവരുടെ അയക്കുന്നത്. അവർ ആ കർത്താവിനെ പറ്റി പറയും. എന്നിട്ടോ അവനെ അന്വേഷിക്കുന്നതിന് അവൻ നമ്മളിൽ അകന്നിരിക്കുന്നത്. പക്ഷെ ഈ ദൈവം നമ്മളിൽ അകന്നല്ലിരിക്കുന്നത്. നമുക്ക് തോന്നുക ദൈവന്റെ കൂടെ. ദൈവം നമ്മൾ അകത്ത് വന്നല്ല, നമ്മളോട് നമ്മളെ രക്ഷിക്കാനുണ്ട്. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അവനിലാണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. അവനാണ് നമുക്ക് അതിരിട്ടിരിക്കുന്നത്. അവനാണ് നമ്മളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്നവർക്ക് ഈ രക്ഷയുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ പണ്ടൊക്കെ എത്ര സുന്ദരിമാരായിരിക്കുന്ന പെൺകുട്ടികളായാലും ശരി ഓലപ്പുരയ്ക്കകത്താണ് ഈ വീട്ടുകാർ കഴിയുന്നല്ലേ, 5-6 പെൺപിള്ളേരും ഒക്കെ. ഇന്നത്തെ കൂട്ടി വലിയ പ്രശ്നമില്ല. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഒരു കൊള്ളക്കാരനും ഒരു ക്രിമിനലും അവിടെ കയറി അക്രമം കാണിക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഈ പെൺകുട്ടികൾ തന്നെത്താൻ താഴ്ത്തിയും അമ്മയപ്പന്മാരെ ബഹുമാനിച്ചും അനുസരിച്ചും ജീവിച്ചിരുന്നു. അവർക്ക് വലിയ ബുദ്ധിയും കഴിവുമില്ലായിരുന്നെങ്കിലും അവർ ദൈവത്തെ അറിയത്തില്ലെങ്കിൽ അവർ എന്തോ ഒരു ഭയം, ദൈവഭയം ഉണ്ടായിരുന്നു. അവരെന്താണ് തോന്നിയ പോലെ ജീവിച്ചില്ല. ദൈവം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. ഈ കർത്താവ് തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തത്. എന്നാൽ ഇന്നെന്താണ്? ഇതൊക്കെ പറഞ്ഞ ഫെമിനിസ്റ്റുകളൊക്കെ അങ്ങോട്ട് ഇന്നെന്താണ്? ഒരു സ്ത്രീയെ പുരുഷന് കീഴടക്കണം. ഭർത്താവിന്, പുരുഷൻ എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്ന പുരുഷൻ, ഭർത്താവിന് കീഴടക്കണം. ആ കീഴടക്കമില്ലാത്ത ഏത് സ്ത്രീകളും തെറ്റിപ്പോകും. കാരണം ദൈവം അവരുടെ ചുറ്റുമതിൽ പൊളിച്ചു കളയും. അപ്പൊ ഭർത്താവിന് കീഴടങ്ങി അനുസരിക്കുന്ന ഒരു പെൺകുട്ടിയെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഈ പത്രം എടുത്ത് നോക്കിയേ, പല സ്ത്രീകളും കൊല്ലപ്പെടുന്നു. പല സ്ത്രീകളും ക്രൂരമായിട്ട് റേപ്പിനിരയാകുന്നു. എന്നിട്ട് അതിൻ്റെ ചരിത്രം പുറമോട്ട് പഠിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞ് പത്രത്തിലോ മറ്റും നമ്മൾ അന്വേഷിച്ചാൽ പറയും ഇവൾ ഭർത്താവിനെ വിട്ട് മറ്റൊരുത്തന്നെ കൂടാൻ ജീവിക്കുന്നത്. ഭർത്താവിനെ വിടുന്നതിന് കുഴപ്പമില്ല, സഹിക്കാൻ പറ്റില്ല, പക്ഷെ അവൾ തന്നെത്താൻ പാർക്കണം. ഇവരെല്ലാം ദുർനടപ്പിലൊക്കെ അല്ലെങ്കിൽ മറ്റു വിധമായിരിക്കും തെറ്റായിരിക്കുന്ന വഴികളിലോ പിന്നെ വലിയ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ എന്താണ്? ദൈവം തൻ്റെ വേലിയെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവിടെ കയറി നിറങ്ങാൻ പറ്റാത്തത്. അവരുടെ ബുദ്ധിമണ്ഡലം തന്നെ തകർന്നു പോയിരിക്കുക. അപ്പൊ ദൈവ നിയമത്തിന് കീഴടങ്ങുന്ന ഒരു വ്യക്തി ആർക്കും അങ്ങനെ ഒന്നും ഉപദ്രവിക്കാൻ പറ്റുന്ന ദൈവം അവർക്ക് ചുറ്റും ഒരു വേലി കിട്ടുന്നുണ്ട്. എന്നിട്ട് പറയാം, അതിന് യോബിന്റെ ഒക്കെ എടുത്ത് പഠിച്ചാൽ നമുക്കെല്ലാം കൂടുതൽ മനസ്സിലാവും. അവനെ നിങ്ങളുടെ അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഗ്രീസിലുള്ള അവർ വലിയ തത്വചിന്തന്മാരാണ്. ഗ്രീസ് അല്ലേ? ഇലിയഡ്, ഒഡീസയൊക്കെ എഴുതിയ ഹോമർ ഗ്രീസുകാരൻ പറയുന്നു നിങ്ങൾ അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു കവിവരന്മാർ. അത് അവർ പറഞ്ഞെന്നുള്ളൂ, അവർ ദൈവത്തിന്റെ സന്താനമല്ല. ഇപ്പം ഇവിടുത്തെ ക്രിസ്ത്യാനികളും എല്ലാം പറയും നമ്മൾ ദൈവത്തിന്റെ മക്കളാണോ? അല്ല. അവർ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ മക്കളാവുന്നത്. ഇത് വെറുതെ നമ്മളൊന്ന് പറയാം.
ദൈവത്തിൻ്റെ മക്കളാന്ന് പറഞ്ഞ് പാപിയായിട്ടൊക്കെ നശിച്ചു പോവുകയാണ്. അപ്പോൾ ആ കവികളും പാടി നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഒരു പാട്ട് പാടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരിക. എന്നിട്ട് പറയണം, അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളാണ് എങ്കിൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തി തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയുടെ സാദൃശ്യമെന്ന് നിരൂപിക്കണം. അപ്പം നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവം എങ്ങനെ മനുഷ്യൻ്റെ കൈപ്പണിയായിരിക്കുന്ന പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ തടി കൊണ്ടോ ഒക്കെ കൊത്തിയെടുക്കുന്ന ഒരു രൂപമായിട്ട് തീരുന്ന അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ എങ്ങനെ വിഗ്രഹത്തിൻ്റെ മകനാകും? അപ്പം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പം കൊണ്ട് എൻ്റെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാകുക, ഒരു പുരുഷന്റെ രൂപം അല്ല ഒരു സ്ത്രീയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ഞാൻ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ മറ്റു വിധമായിരിക്കുന്ന വെങ്കലം കൊണ്ടോ ഒക്കെ അല്ലെങ്കിൽ കൊത്തുപണി കൊണ്ടോ ഒരു രൂപം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് ദൈവമാണെങ്കിൽ നീ ദൈവത്തിന്റെ മകനാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ എങ്ങനെ അതിന്റെ മകനാകുന്നത്? അതിന് മക്കളെ ജനിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നിവയുടെ സാദൃശ്യമെന്ന് നിരൂപിക്കേണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ ഇനി തൊട്ട് വിചാരിക്കേണ്ട. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? ഇതൊക്കെ അറിവില്ലായ്മയാണ്. ഞാൻ 34 വർഷം അല്ലെങ്കിൽ 24 വർഷമോ ഇതിൻ്റെയൊക്കെ പുറകെ പോയെന്ന് അറിവില്ലായ്മയാണ്. ദൈവം ആരെന്ന് അറിയത്തില്ല. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചാൽ ആരെന്ന് ചിന്തിക്കാൻ പോലും മനസ്സ് വന്നിട്ടില്ല. എന്തൊക്കെയോ വലിയ ആളാണെന്ന ബോധത്തിൽ നടക്കുകയാണ്. പക്ഷെ ദൈവം ഇവിടെ പറയുകയാണ് അത് അറിവില്ലായ്മയുടെ കാലമാണ്. ഇപ്പം ഞാൻ പറയും ഈ അനുഭവത്തിലേക്ക് ഈ ദൈവത്തിലേക്ക് വന്ന അനേകരുടെ പഴയകാല ചരിത്രം നോക്കിയാൽ കൊലപാതകൾ, മോഷ്ടാക്കൾ, നമുക്കറിയാം. ലോകത്തിൽ ആർക്കും വേണ്ടാത്ത, അല്ലെങ്കിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ക്രിസ്ത്യാനി മുടിഞ്ഞാൽ പിന്നെ ഉപദേശി. മുടിഞ്ഞു പോയമാരൊക്കെ ഈ കർത്താവിലേക്ക് വന്നത് ചുരുക്കം പേരേ ഉള്ളൂ. വലിയ രാജാക്കന്മാരെ പോലിരിക്കുന്നവർ വചനം വായിച്ചും സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവർ. ബാക്കിയെല്ലാം ജയിലിൽ നിന്നും തകർന്നു കിടന്നവരും ആത്മഹത്യ ചെയ്യാൻ പോയവരും മറ്റുള്ളവരെ പേടിച്ചോടിപ്പോയവരും ഒക്കെയാണ് വിശ്വാസത്തിൽ വരുന്നത്. ചാക്ക മൂത്താൽ തിരുമുകാരൻ, ഹിന്ദു മൂത്താൽ സന്യാസി, ക്രിസ്ത്യാനി മൂത്താൽ ഉപദേശി, നായർ നശിച്ചാൽ ചായക്കട. അപ്പം അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നോക്കിയേ, ഇത് ശ്രദ്ധിച്ചേ. മനുഷ്യരോട് കൽപ്പിക്കും താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. എന്നിട്ട് പറയാണ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. എന്നിട്ട് ഇവിടെ എന്താണ് കാലങ്ങളെ മാനസാന്തരപ്പെടുന്നു. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. കഴിഞ്ഞ കാലത്തിൻ്റെ അറിവില്ലായ്മ ഞാൻ പോയിട്ടൊരു വിഗ്രഹത്തെ സേവിച്ചതോ ഞാൻ ചെയ്ത പാപത്തെയോ ദൈവം കണക്കിടുന്നില്ല. അതായത് എൻ്റെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ഞാൻ എന്താണ് അഹങ്കാരം മൂത്തും പിശാചിന് കീഴ്പ്പെട്ടും കൊലപാതകം ചെയ്താൽ പോലും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ അന്ന് വരെയുള്ള സകല പാപങ്ങളും മായ്ച്ചു കളയും. ദൈവമല്ലാത്തതിനെ സേവിക്കുന്നതാണല്ലോ ഒന്നാമത്തെ പാപം. അതുകൊണ്ടാണ് ഒന്നാമത്തെ കൽപ്പന കൊടുത്തത്, സ്വർഗത്തിലെങ്കിലോ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് താഴെ സമുദ്രത്തിലോ യാതൊന്നിനെ പ്രതിമ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ. അപ്പം ദൈവം മനുഷ്യർ കാണുന്ന ഒന്നാമത്തെ പാവം കർത്താവ് പറഞ്ഞു, ഞാനല്ലാതെ ഒരു ദൈവമില്ല, എൻ്റെ മഹത്വം ഞാൻ വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ വിഗ്രഹങ്ങളെ സേവിച്ചും ഇനി നിങ്ങൾക്ക് ക്രിസ്ത്യാനിക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു തിരുമേനി എന്ന് നിങ്ങൾ വിളിക്കുന്നവനെ നോക്കി പിതാവേ എന്ന് വിളിക്കുന്നു. പിതാവെന്ന് വിളിച്ചാൽ എന്താണ്? ദൈവം എന്നല്ലേ? അതൊക്കെ അറിവില്ലായ്മയുടെ കാലങ്ങൾ. ഇതെല്ലാം വിട്ടുകളഞ്ഞ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു. മരിച്ചവരുടെ കല്ലറയിൽ പടങ്ങുക. ഞങ്ങൾ ഇവിടെ രക്ഷിയെ പോയി തൊഴുതിട്ടുണ്ട്. അറിവില്ല, ദൈവമാരെന്ന് അറിയത്തില്ല. മാടിനെ തൊഴുതിട്ടുണ്ട്. മനസ്സിലായി? ഇതെല്ലാം പൈശാചികമല്ല. അത് പൈശാചികമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങൾക്ക് ബോധം വന്നില്ല. ഇതിനെല്ലാം പോയി തൊഴുതു. പക്ഷെ കർത്താവ് പറ്റി സ്നേഹം നോക്കുന്നത്, എടാ ഞാൻ കുഞ്ഞാണെല്ലാം ക്ഷമിച്ചേക്കാം. എന്നെ അല്ലാതെ നീ മറ്റൊന്നിനെ സേവിച്ചതിനെല്ലാം ഞാനങ്ങ് ക്ഷമിക്കാൻ പോകും. അത് അറിവില്ലായ്മയുടെ കാലങ്ങളാണ്. പക്ഷെ നീ മാനസാന്തരപ്പെടാതെ ഞാൻ അങ്ങനെ ക്ഷമിക്കുന്നത്. അത് സത്യദൈവം നീയാണ് കർത്താവേ. ഞാൻ എൻ്റെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചിരിക്കണം. കാരണം എന്നെ അറിയാൻ കഴിഞ്ഞുകൊണ്ടില്ല നീ എന്നെ സേവിച്ചത്. അപ്പോഴും ഒരു കാര്യമുണ്ട് സാറേ, അവന് ദൈവത്തിന് അല്ലെങ്കിൽ എന്തോ ഉണ്ടെന്നുള്ള ബോധത്തിലല്ലേ എവിടെ പോയി തൊഴുന്നത്. ദൈവമേ ഇല്ലെന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ സിദ്ധാന്തമൊന്നും അല്ല. എന്തോ ഒന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു, പെന്തക്കോസ്തുകാരെ ഞാൻ ചില കളിയാക്കി പറയും, ഈ പെന്തക്കോസ്തുകാരെ 60% പേര് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവർ വലിയ ദൈവം എന്ന് പറഞ്ഞ് നടക്കുകയും ദൈവമേ ഇല്ലെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഇവരെങ്ങനെ സേവിക്കാൻ പറ്റുന്നത്? ഒരു വലിയ പ്രശ്നമല്ലേ ഇത്? ഇത് ഞാൻ പറഞ്ഞ BJP RSS ആയിക്കോട്ടെ, അവർ നല്ലതെന്നല്ല പറഞ്ഞത്. പട്ടി അതിലും പഴുതാരി അതിലും ദൈവം ഒരു കൺസെപ്റ്റ് വർക്കില്ലേ? എന്തോ ഒന്നും ഉണ്ടെന്ന് അവർക്കൊരു ബോധമില്ലേ? ഇത് ദൈവമേ ഇല്ല. ഈ വെള്ളവും ഭക്ഷണവും വായുവും സൂര്യനും എല്ലാം ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഒരുത്തിനില്ല. എന്നുവെച്ചാൽ എനിക്ക് അപ്പനില്ലെന്നല്ല, എന്നെ ഞാൻ തന്നെത്താൻ ഉണ്ടായി വന്നതാ. ഞാനൊരു അപ്പൻ്റെ മകനല്ലെന്ന് ഇവർ പറയുന്നത്. ഈ ദൈവമേ ഇല്ലെന്ന് പറയുന്നതിനോട് നീ അപ്പനില്ലാത്തവനാ ഉണ്ടായെന്ന് പറഞ്ഞാൽ അവൻ അടിക്കത്തില്ലേ നമ്മളെ? ഇതെല്ലാം പോഷത്വം. ഇവൻ്റെ ഉള്ളത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്.
പക്ഷെ എന്താണ് അവൻ വലിയ ആനയായിട്ട് തീരുക, സാത്താൻ വഞ്ചിക്കുന്ന. എന്നിട്ട് പറയാണ്, അപ്പം ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കും. ഞാൻ പറഞ്ഞില്ലയോ, ഒരുത്തൻ പോയിട്ട് പെന്തക്കോസ്തിൻ്റെ ഒരു ഒരു കൺവെൻഷൻ കലക്കാൻ വേണ്ടി 5-6 പേര് റബ്ബറും തൊട്ടത്തിൽ കൃത്യസമയം വരുമ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് കല്ലൊക്കെ വലിച്ചെറിയാൻ കാത്തിരുന്ന ഇരുന്നിൽ നിന്ന് പ്രസംഗം കേട്ടുപോയി. അവൻ മാനസാന്തരപ്പെട്ടു, കമ്മ്യൂണിസം വിട്ടു, ഇന്ന് ക്രിസ്തുവിനായി. എന്നിട്ട് പറയാണ്, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുക. അപ്പം ദൈവത്തിനൊരു കൽപ്പനയാണ്. എന്താണ്? അയ്യോ സാറേ, മാനസാന്തരപ്പെടണേ. അത് ദൈവത്തിനുള്ള സുവിശേഷ മാർഗമില്ല. സുവിശേഷം അറിയിക്കുന്നു, മാനസാന്തരപ്പെടണം. ഇതൊരു അധികാര കൽപ്പനയാണ്. കൽപ്പന യാതനയാണോ? കൽപ്പനയാണ്. നിങ്ങൾ കാരണം എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം ദൈവം കൽപ്പിക്കുമ്പോൾ എൻ്റെ പുത്രനെ തന്നിട്ട് അങ്ങോട്ട് പറയുന്നത്. എൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ നിനക്ക് സുബോധം ഉണ്ടാകാൻ വേണ്ടി തറച്ച് കൊന്നിട്ടാണ് ഞാൻ പറഞ്ഞത് മാനസാന്തരപ്പെടണോ. എനിക്ക് പൈസ തന്നിട്ട് പറയാണ് പോയ സാധനം മേടിച്ചോണ്ട് പോടാം, അതിൻ്റെ അധികാരമില്ലേ? അഥവാ കടമാണെങ്കിലോ അത് ഒന്ന് ചെയ്തു തരണേ. ഇത് തന്നിട്ട് പറഞ്ഞു പോയി മാനസാന്തരപ്പെട്ടോണം. ഞാൻ നിയമിച്ച പുരുഷന്മാരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. ഇതാരാ? താൻ ആരാ? ദൈവം നിയമിച്ച പുരുഷൻ ആരാ? യേശു ക്രിസ്തു മുഖാന്തരം. ഇവിടെ എന്താണ്? എല്ലാ വിഗ്രഹങ്ങളെയും സേവിച്ചിട്ട് അങ്ങനെ നമ്മൾ തുടങ്ങിയത്. അജ്ഞാത ദേവനെന്നും പറഞ്ഞൊരു കല്ലൂടെ വെച്ചിരിക്കുന്നു. അപ്പൊ ദൈവം ഇതല്ല, ഇതിനകത്ത് പൂർണ്ണതയില്ല, എന്തോ ഉണ്ട്, അവനാ ദൈവം. അപ്പൊ പൗലോസ് പറഞ്ഞു, അവനെ പറ്റി ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഇന്നവരെ മറിഞ്ഞു കിടക്കുന്നതും സത്യവാനും ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനും നമുക്ക് ഭക്ഷണവും വായുവും വെള്ളവും സകലവും നൽകി തരുന്നവനും ഭൂലോകത്തിന് അതിര് നിശ്ചയിച്ചവനും ആയിരിക്കുന്ന ഈ അജ്ഞാതനെന്ന് നിങ്ങൾ അറിവില്ലാതെ നിങ്ങൾ പൂജിക്കുന്നവനായിരിക്കുന്ന അവൻ സത്യദൈവമാണ്. അവനെപ്പറ്റി ഞാൻ പറയാം. എന്നിട്ട് പറയണ, അവൻ ഈ പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. നിങ്ങളൊരു കാര്യം പറഞ്ഞത് എന്തിനാ മാനസാന്തരപ്പെടേണ്ടതെന്ന് അറിയാമോ? താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, ദൈവം നിയമിച്ച പുരുഷൻ ക്രിസ്തു മുഖാന്തരം ഈ ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. ഒരു ദിവസം ഈ ഭൂമിയെ മുഴുവനും നീതിയോടെ ന്യായം വിധിപ്പാൻ ദൈവം ക്രിസ്തുവിനെ നിയമിച്ചിരിക്കുക. അവരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകി കൊടുത്തിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് വഴി പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വരുമ്പോൾ നീതിയെപ്പറ്റി ബോധം വരുന്നു. എന്നാൽ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് വഴി. അപ്പൊ എന്താണ്? യേശു ക്രിസ്തുവിനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സകലതയും ന്യായം വിധിക്കാനാണ്. അതുകൊണ്ട് കൈപ്പണിയായ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിന്റെ വെറും സൃഷ്ടിയായിരിക്കുന്ന അല്ലെങ്കിൽ ആദമിന്റെ സന്തതിയായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ട പാപിയായിരിക്കുന്ന മനുഷ്യനെ തിരുമേനിയെന്നും പിതാവെന്നും വിളിക്കാതെ ഏക സത്യദൈവമായിരിക്കുന്ന ആ പിതാവിനെ അല്ലാതെ ക്രിസ്തു മുഖാന്തരമല്ലാതെ മറ്റൊന്നിനെയും മഹത്വപ്പെടുത്തുവാൻ ഒരു മനുഷ്യനെയും ദൈവം അനുവദിച്ചിട്ടില്ല. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ, മാനസാന്തരപ്പെടാതെ ക്ഷമയില്ല, മാനസാന്തരപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഉദാഹരണം, നമ്മുടെ കുഞ്ഞ് ഒരു തെറ്റ് ചെയ്തു, ഇനി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി ഞാൻ പറയാം. അവൻ കള്ളു കുടിച്ചു, ആദ്യമായിട്ട് കള്ളു കുടിച്ചു കഴിഞ്ഞിട്ട് അവൻ നമ്മളോട് പറഞ്ഞില്ല, നമ്മൾ ചോദിച്ചപ്പോൾ നിഷേധിക്കുകയും ചെയ്താൽ നമ്മളോട് കരുണയുണ്ടോ? കോപം വരുത്തല്ലേ ഉള്ളൂ. എന്നാൽ നമ്മൾ ചോദിച്ചിട്ടോ ചോദിക്കാതെ തന്നെ, അപ്പം എനിക്കൊരു അബദ്ധം പറ്റി, എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ എന്നെ വാങ്ങിച്ചപ്പം എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇന്ന് കള്ളു കുടിച്ചു. നമുക്ക് എന്ത് ചെയ്യും? അവനോട് ക്ഷമ വരും. നമ്മൾ അവനെ ഇന്നലെ വരെ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചില്ലെങ്കിൽ അന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കും. ഈ മാനസാന്തരത്താൽ നമുക്ക് ദൈവത്തിനുള്ള സ്നേഹത്തെ നമുക്ക് അധികമായിട്ട് ലഭിക്കുക. മാനസാന്തരപ്പെടുന്നില്ലെങ്കിലോ ദൈവത്തിന്റെ വെറുപ്പ്, ദൈവത്തിന്റെ ക്രോധം നമുക്ക് കുടിക്കുക. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടാത്ത എല്ലാവരും സുബോധമില്ല ജീവിക്കുക. വെച്ചാൽ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിതെല്ലാം പഠിക്കുമ്പോഴും നമുക്ക് സുബോധമില്ല. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരെന്ന് തിരിച്ചറിയാതെ വിഗ്രഹങ്ങളെയും സേവിച്ചിട്ട് മനുഷ്യരെ ചുമ്മിക്കൊണ്ട് നടക്കുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കും. അപ്പം മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിച്ച് എൻ്റെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാമെന്ന് ദൈവത്തിൻ്റെ കൽപ്പന. ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി എല്ലാവർക്കും എൻ്റെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രസംഗിക്കുമ്പോൾ എന്താ നമ്മൾ പ്രസംഗിക്കേണ്ടത്? യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അത് പറയാത്ത ഒന്നും കള്ളു കുടിക്കല്ലെന്ന് പറയുന്ന സുവിശേഷമല്ല. പാവപ്പെട്ടവരെ വീട് വെച്ച് കൊടുക്കുന്ന സുവിശേഷമല്ല. അതെല്ലാ മതങ്ങളും ജാതികളും എല്ലാം മനുഷ്യരും ചെയ്യുന്നുണ്ടല്ലോ. എന്നെ വിശ്വാസത്തെ കൊണ്ടുവന്ന മനുഷ്യൻ മാനസാന്തരപ്പെടാൻ കാരണം ഒരു കള്ളുകുടിയൻ സ്വന്തം പണം കൊടുത്ത്, അല്ലെങ്കിൽ കള്ള് വിൽക്കുന്ന ഒരുത്തൻ സ്വന്തം പണം കൊടുത്ത ഒരു കൺവെൻഷൻ, കത്തോലിക്കരുടെ അതിൻ്റെ വേറൊരു പേരാ പറയുന്നത്, കരിസ്മാറ്റിക് കൺവെൻഷനിൽ പങ്കെടുത്ത് അവിടെ അപ്പോൾ എന്താണ് അവിടെ വരുന്ന ഉപദേശമാർക്കെല്ലാം ഇയാൾ പൈസ, അയാൾ രക്ഷപ്പെട്ടില്ല, പക്ഷേ ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളൊരു കാര്യമാണ്, ദൈവം ആരാണ്? ദൈവത്തിൻ്റെ ഒരു സ്നേഹം എന്താണ്? അവൻ ജീവനുള്ളവനാണ്.
അതൊരിക്കലും പാഴ്വസ്തുക്കൾ, ഇവിടെ നടാൻ പൊന്നെ വെള്ളി മുതലേ കൈപ്പണിയെ എന്ന് നിരൂപിക്കരുത് ദൈവം.